തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഖത്തറിലെ ഹമാസ് താവളങ്ങളിലേക്ക് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. ഖത്തർ പൊതുവെ അറിയപ്പെടുന്നത് ഒരു നിഷ്പക്ഷ രാജ്യം, അറബ് മേഖലയിലെ GCC മേഖലയിലെ ഇസ്രായേലുമായിട്ട് അടുപ്പമുള്ള, അതേസമയം ഹമാസുമായിട്ടും ഇറാനുമായിട്ടും എല്ലാം അടുപ്പമുള്ള ഒരു നിഷ്പക്ഷ രാജ്യം എന്ന നിലയിലാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ആ താവളങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ 2 സൂചനകളാണുള്ളത്. ഒന്ന്, ഹമാസിനെ ലോകത്തിന്റെ ഏതറ്റം വരെ പോവുകയാണെങ്കിലും തകർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു സിംബോളിക് സൂചനയാണ്. 2, യഥാർത്ഥത്തിൽ ഹമാസിന്റെ നേതാക്കളെ, ഖത്തറിലാണ് അവസാന നേതാക്കൾ, ഇനി അവശേഷിക്കുന്ന ലീഡർഷിപ്പ്, ടോപ്പ് ലീഡർഷിപ്പ് എല്ലാം ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള, യഹിയ സിൻവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാലയവരേക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും അവസാന തരി നേതാക്കളെയും ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായി ഖത്തറിലേക്ക്, ദോഹയിലേക്ക്, പ്രത്യേകിച്ച് ദോഹയിലേക്ക്, ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ എനർജീസ് കേന്ദ്രീകരിക്കുന്ന കാഴ്ചയും ഒരുപക്ഷെ വേണമെങ്കിൽ അങ്ങനെയും വിശകലനം ചെയ്യാം. ഇസ്രായേൽ പറയുന്നത് അമേരിക്കയോട് മുൻകൂട്ടി അനുവാദം ചോദിച്ചിരുന്നു, അമേരിക്കയെ വിവരം അറിയിച്ചിരുന്നു, അറ്റാക്കിനെ കുറിച്ച് അറിയിച്ചിരുന്നു എന്നാണ്. ആ വിവരം അമേരിക്ക ഖത്തറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ എന്ന കാര്യം ഉറപ്പില്ല. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ആക്രമിച്ചത് ഹമാസിനെ മാത്രമാണ്, ദോഹ എന്ന സ്ഥലത്തെ അല്ല, ജനവാസ കേന്ദ്രങ്ങളെ അല്ല. പക്ഷേ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണങ്ങൾ ഹമാസിന്റെ നെഗോഷിയേറ്റേഴ്സിനെയാണ്, ഇസ്രായേലുമായി ചർച്ച ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള ആളുകൾ വധിക്കപ്പെട്ടു എന്ന രീതി, കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായും ഹമാസിനും ഇസ്രായേലും തമ്മിൽ കൊമ്പ് കോർക്കുന്നു എന്നതിനുപരിയായി അറബ് ലോകവും ഇസ്രായേലും തമ്മിൽ കൊമ്പ് കോർക്കാൻ സാധ്യതയുണ്ടോ എന്നതിലേക്കാണ്. അങ്ങനെ ഒരു വലിയ സംഘർഷത്തിലേക്ക് മധ്യപൗരസ്ത്യ പ്രദേശം വീണ്ടും ഒരു വൻപൻ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ഒരു സന്ദേഹം ഇപ്പോഴുണ്ട്. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഇറാനിൽ അധികം മലയാളികളില്ല എന്ന് ഓർക്കണം. പക്ഷെ ഖത്തറിൽ അങ്ങനെയല്ല. ഇന്ത്യക്കാരും മലയാളികളും വളരെ വലിയ തോതിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഖത്തർ തലസ്ഥാനമായ ദോഹ എന്ന് ഓർക്കണം. അതുകൊണ്ട് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയ്ക്കുള്ള വകുപ്പുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്.